ഗുഡ് ഈവനിംഗ് ഡേയ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. 3 ദിവസം ഒരു ഫോളിന് ശേഷം ഇന്നലെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തതായിരുന്നു സൺഫാർമയും റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട്. എന്നാൽ വീണ്ടും ഇന്ന് 24,000 താഴെ മാർക്കറ്റ് പോയി. ഇന്ന് മന്തിൽ എക്സ്പയറി ആയിരുന്നു. അത് അർഹിക്കുന്ന എല്ലാ വോളറ്റിലിറ്റിയും മാർക്കറ്റിൽ നമ്മൾ ഇന്ന് കണ്ടു. സെൻസെക്സ് 417 പോയിന്റ് ഇടിവ്, നിഫ്റ്റി ഒരു 97 പോയിന്റ് ഇടിവ്. എന്നാൽ ബാങ്ക് നിഫ്റ്റി അതിൽ കൂടുതലൊരു ഇടിവ് രേഖപ്പെടുത്തി. ബ്രന്റ് ഓയിലെല്ലാം തന്നെ വാല്യൂ $111 പെർ ബാരലിലേക്ക് എത്തി നിന്നു. മാരുതി ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വന്നിരുന്നു. മാരുതി റിസൾട്ട് മോശമായിരുന്നു, സ്റ്റോക്ക് ഇന്ന് ഫോളോ ചെയ്തു. നമ്മുടെ മാർക്കറ്റിൽ പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ പെർഫോമൻസ് നടത്തിയ സ്റ്റോക്കുകൾ നമുക്കൊന്ന് കണ്ടുവരാം. നിഫ്റ്റിയിൽ നോക്കുമ്പോൾ ആദ്യം ONGC, അദാനി എൻ്റർപ്രൈസസ്, കോൾ ഇന്ത്യ, റിലയൻസ്, എറ്റേണൽ. ONGC എല്ലാം തന്നെ 5.5% റാലി രേഖപ്പെടുത്തി. ക്രൂഡ് എക്സ്പ്ലോറേഷൻ കമ്പനിയാണ് ONGC. ഇന്ന് ഫോൾ ആയിട്ടുള്ളത് മാരുതി സുസുക്കി, റിസൾട്ടിന് ശേഷം ഇടിവ് രേഖപ്പെടുത്തി. ആക്സിസ് ബാങ്ക് ഇടിഞ്ഞു, HCL ടെക് ഇടിവോട് ഇടിവ്, ഇൻഡിഗോ ഇടിഞ്ഞു, ശ്രീരാം ഫിനാൻസ് ഇടിവ് രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $84 ഇടിഞ്ഞ് 4,500 ആയി. സിൽവർ 3% ഇടിഞ്ഞ് 72 ആയി. ബിറ്റ്കോയിൻ 1,400 പോയിന്റ് ഇടിഞ്ഞ് 76,000. ബ്രന്റ് ഓയിൽ മാത്രം 3% കയറി 104. നാച്ചുറൽ ഗ്യാസ് ഒരു 1% ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ ഡോ ഫ്യൂച്ചർ 170 പോയിന്റ് പ്ലസ് ആണ്. നാസ്ഡാക്ക് ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ നെഗറ്റീവിൽ അടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളത്. കാരണം നമുക്കറിയാം ഈ ഇറാൻ ഇഷ്യൂസൊക്കെ തന്നെയാണ്. പക്ഷെ അതിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് ഇറാൻ ഫോറിൻ മിനിസ്ട്രി ഇസ്ലാമാബാദിൽ നിന്ന് നേരെ പുടിനെ കാണാൻ പോയി റഷ്യയിലേക്ക്. അപ്പോൾ പുടിനുമായിട്ടുള്ള ചർച്ചയിൽ ഈ US ആയിട്ട് വീണ്ടും ചർച്ച നടത്താൻ ആയിട്ടുള്ള ധാരണ ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി തന്നെ ഒരു പ്രപ്പോസൽ US അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യുറേനിയം എൻറിച്ച്മെൻറ്റും അങ്ങനെയുള്ള സംഗതികൾ പിന്നീട് ചർച്ച ചെയ്യാം. കാരണം അത് പെട്ടെന്ന് ചർച്ച ചെയ്താൽ ഉത്തരം കിട്ടുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ പരിഹരിക്കാം, ചർച്ച ചെയ്യാം എന്നുള്ളൊരു പ്രപ്പോസൽ വെച്ചിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ട്രംപ് അത് പരിഗണിക്കും, അല്ലെങ്കിൽ അത് ആ രീതിയിൽ ഇറാൻ പറഞ്ഞ പോലെ പോകും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം ഈ ഒരു പ്രശ്നത്തിന് ശേഷം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഡിന്നർ പ്രോഗ്രാമിലെല്ലാം തന്നെ അറ്റാക്ക്, ഇപ്പോൾ 2ാമത്തെ അറ്റാക്കാണ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വീണ്ടും അവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി തന്നെ അമേരിക്കക്ക് വലിയ ചിലവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു യുദ്ധം. അപ്പോൾ ഇനി അങ്ങ് മുന്നോട്ട് പോകാതെ അത് പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഇടിയുന്നില്ല. മാർക്കറ്റ് പണ്ടത്തെ പോലെ ഇടിയുന്നില്ല. ചെറിയൊരു ഇടിവ് പിന്നീട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ആളുകൾക്ക് പുട്ട് ഷോർട്ട് ചെയ്യാൻ ഇപ്പോൾ ധൈര്യമുണ്ട്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. എനിവേ, സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ബന്ധൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 68% ഉയർന്നു. മദേസൻ സുമി നെറ്റ് പ്രോഫിറ്റ് 1% ഉയർന്നു. സനോഫി കൺസ്യൂമർ നെറ്റ് പ്രോഫിറ്റ് 36% ഉയർന്നു. എക്സ്പോർട്ട് സെയിൽസും ഉയർന്നു. കാസ്ട്രോൾ ഇന്ത്യ റവന്യൂ ഉയർന്നു 9%. മഹീന്ദ്ര ലേസ്പെയിൻസ് കമ്പനി നെറ്റ് സെയിൽസ് അവർ 1,993 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഫെഡറൽ ഫിനാൻഷ്യൽ സർവീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 71 നിന്ന് 100 കോടി രൂപയിലേക്ക് ഉയർന്നു. റവന്യൂ 523 നിന്ന് 616 ഉയർന്നു. ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 16 കോടി രൂപയിൽ നിന്ന് 31 കോടി രൂപയിലേക്ക് ഉയർന്നു. റവന്യൂ 650 നിന്ന് 750 കോടി രൂപയിലേക്ക് ഉയർന്നു. REC നെറ്റ് പ്രോഫിറ്റ് 4,236 നിന്ന് 3,360 പ്രോഫിറ്റ് ഒന്ന് ഇടിഞ്ഞു. സ്കിപ്പേഴ്സ് ഇന്ത്യ ഇവരുടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ഇന്ന് 3.4% വർധനവ് രേഖപ്പെടുത്തി. എറ്റേണലും ഇന്ന് നെറ്റ് പ്രോഫിറ്റ് 71%. ഇവരുടെ ക്വാർട്ടർ ടു ക്വാർട്ടർ ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. മാരുതിയുടെ റിസൾട്ട് വന്നപ്പോൾ ഇയർ ഓൺ ഇയർ 7% നെറ്റ് പ്രോഫിറ്റ് കുറവാണ് രേഖപ്പെടുത്തിയത്. ധനലക്ഷ്മി ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 29 നിന്ന് 43 ജമ്പ് ചെയ്തു. സ്റ്റോക്ക് നിന്ന് 15% റാലി രേഖപ്പെടുത്തി. വർദ്ധമാൻ സ്പെഷ്യൽ 19 നിന്ന് 34 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. സ്റ്റോക്കിൻ്റെ LTP 8% ഉയർന്നു. ഇൻഫോബിൻസ് ടെക് കമ്പനി 10 നിന്ന് 21 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. 7% സ്റ്റോക്ക് ഉയർന്നു. കൊണ്ടാണ്ട് എഞ്ചിനീയറിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 53 നിന്ന് 59 ഉയർന്നു. അപ്പോൾ ഇങ്ങനെ പതിയെ Q4 റിസൾട്ട് പതിയെ അങ്ങ് തീരുകയാണ്.
ഇതിനിടെ നമ്മളുടെ ഫാക്ടറി ഔട്ട്പുട്ട് ഡേറ്റയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത് പോസിറ്റീവാണ്. പിന്നെ വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് അവധിയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കും ഓൾറെഡി തന്നെ. മഹാരാഷ്ട്ര ഡേ ആണ് വെള്ളിയാഴ്ച മാർക്കറ്റ് അവധി. എക്സ്പയറി തന്നെ ഒന്നും തന്നെ നമുക്കില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഡിക്ക് വരാനുള്ള സാധ്യതകൾ താരതമ്യേന കുറവാണ്. പിന്നെ എന്താ, പിന്നെ നാളെ US നിന്ന് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻസ് എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് വലിയൊരു കീ ഇവൻ്റ് ആയിട്ടുള്ളത്. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലൂടെ പോകുകയാണ്, പക്ഷെ പതിയെ അപ്സൈഡ് പോകുന്നുണ്ട്. 24,000 ഹോൾഡ് ചെയ്യുന്നത്. ഇനി ഓൾ ടൈം ഹൈയിലേക്ക് ഏകദേശം ഒരു 2,300 പോയിൻ്റാണ് ഉള്ളത്. പക്ഷേ സ്റ്റോക്കുകളിലെല്ലാം തന്നെ കുറച്ച് ഫ്രഷ് ബൈയിങ് കണ്ട് വരുന്നുണ്ട്. ഇനി ഇതെല്ലാം തന്നെ മാറി മാർക്കറ്റ് ഒന്ന് മുന്നേറുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ മോർഗൻ സ്റ്റാൻലി പോലെയുള്ള റേറ്റിംഗ് ഏജൻസി ഇന്ത്യനെ ഡൗൺഗ്രേഡ് ചെയ്തു, HSBC ഇന്ത്യനെ ഡൗൺഗ്രേഡ് ചെയ്തു. ക്രൂഡ് പ്രൈസ് ഇത്ര ഹൈ അല്ലേ, അപ്പോൾ ക്രൂഡ് പ്രൈസ് താഴണം, നമ്മുടെ എക്കണോമിക് ഡേറ്റാസ് എല്ലാം തന്നെ കുറച്ച് പോസിറ്റീവ് ആവാൻ. അപ്പോൾ ക്രൂഡ് പ്രൈസിലേക്ക് കണ്ണും നട്ട് ഇരിക്കാം നമ്മൾ ഇന്ത്യൻ നിക്ഷേപകർക്ക്. നാളെ രാവിലെ കാണാം. ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.